ഹലോ. ഇന്ന് നന്ദേൻ്റെ സ്കൂളിൽ പഠനോത്സവമായിരുന്നു കേട്ടോ. ഒരു അധ്യയന വർഷത്തിലെ പഠന പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളും പിന്നെ അതിൻ്റെ പ്രദർശനവും ഒക്കെയാണ് ഈ പഠനോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പരീക്ഷ എടുക്കാറായ സമയത്ത് ഇങ്ങനെ പഠനോത്സവം വയ്ക്കുന്നത് ശരിക്കും കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അവർ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് തൊട്ടിട്ടുള്ള കാര്യങ്ങൾ അവർ പ്രദർശനത്തിന് വയ്ക്കാനും പിന്നെ അതുപോലെ തന്നെ സ്കിറ്റായിട്ടും പിന്നെ പാട്ടായിട്ടും ഡാൻസായിട്ടും ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വീണ്ടും ഓർത്തെടുക്കാനുള്ള അവസരം അവർക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ ചാർട്ടുകളും പ്രദർശന വസ്തുക്കളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ കൂടെ പാരൻസും ശരിക്കും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിലുപരി നമ്മുടെ ക്ലാസ് മിസ്സ് ആശാ മിസ്സും എല്ലാത്തിനും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ നമ്മുടെ പ്രദർശനത്തിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ രാവിലെ തന്നെ ഒരുക്കി വെച്ചു. പിന്നെ ഹാളിലായിരുന്നു മെയിൻ ഉദ്ഘാടനം വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വാർഡ് കൗൺസിലറാണ് ഉദ്ഘാടനം ചെയ്തത്. 1ാം ക്ലാസ്സിനും 3ാം ക്ലാസ്സിനും ഹാളിൽ വെച്ചിട്ടായിരുന്നു പ്രദർശനമൊക്കെ ഉണ്ടായിരുന്നത്. നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. അപ്പോൾ കുട്ടികളുടെ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അതിനുശേഷം ചെറിയ രീതിയിലൊരു ഉദ്ഘാടന സെഷൻ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കുട്ടികളുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സുഗതകുമാരി ടീച്ചറുടെ ഒരു തൈ നട എന്ന കവിത വെച്ചാണ് അവർ തുടങ്ങിയത്. അതിനുശേഷം പിന്നീട് അവർ പഠിച്ച ഓരോരോ കാര്യങ്ങളും ഓരോ യൂണിറ്റ് വൈസായിട്ട് അവർ പഠിച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങളും കുട്ടികൾ അവതരിപ്പിച്ചു. ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ള വലിയൊരു ടാസ്ക് മിസ് വളരെ ഭംഗിയായിട്ട് തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. എല്ലാ പരിപാടികളും സൂപ്പറായിരുന്നു. പിന്നെ അതിനുശേഷം അവർ ശരിക്കും ഒരു ഉത്സവ മൂഡിലായിരുന്നു. ഈ അധ്യയന വർഷത്തെ അവസാന പരിപാടി കൂടിയാണല്ലോ ഇത്. അപ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ സ്റ്റേജിലെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെയും തേർഡ് സ്റ്റാൻഡേർഡിൻ്റെയും പരിപാടികൾ അവിടെ വെച്ചിട്ടായിരുന്നു നടന്നത്. അപ്പോൾ അവിടെ വിശിഷ്ടാതിഥികളും പിന്നെ പാരൻസും ഒക്കെ ഉണ്ടായിരുന്നു കാഴ്ചക്കാരായിട്ട്. ഒരുപാട് നല്ല നല്ല ഡാൻസും സ്കിറ്റുകളൊക്കെ ആയിട്ട് അവിടെയും നല്ല ഭംഗിയായിട്ട് പരിപാടികളൊക്കെ അവതരിപ്പിച്ചു.